IG പി വിജയനെ സേനയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല സേവനങ്ങളൊക്കെ കേരള പോലീസിന്റെ നന്മയുടെ മുഖമായിരുന്നുവെന്ന് നമുക്കറിയാം. തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് അദ്ദേഹം. ശബരിമലയിൽ അയ്യപ്പനായി ചെന്ന് മാലിന്യം വാരുകയും കഴുകി വൃത്തിയാക്കുകയും ചെയ്ത അയ്യപ്പ സ്വാമിയാണ് അദ്ദേഹം. പോലീസിൽ എത്രയോ കുറ്റവാളികളുണ്ട്. ക്രിമിനൽ കേസുകളുള്ള നൂറുകണക്കിന് പോലീസുകാരെ നമുക്കറിയാം. അവരെ ഒന്നും തൊടാതെ IG വിജയനെ തൂക്കിയെടുത്ത് ഇങ്ങനെ പുറത്തു നിർത്താൻ സേനയിലെ ഗ്രൂപ്പുകളെയും പണ്ട് മുതൽക്കുള്ള ചിലരുടെ പകയുമൊക്കെ ഉണ്ടെന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ശബരിമലയിലെ ക്ഷേത്ര ആചാരങ്ങളൊക്കെ ചവിട്ടി മെതച്ചപ്പോൾ പോലീസിലെ വേറിട്ട മുഖവും ചുവടുമായിരുന്നു IG പി വിജയൻ. കോവിഡ് സമയത്ത് തലസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ആഹാര വിതരണം ചെയ്യാൻ സഹായിച്ചതൊക്കെ IG പി വിജയനായിരുന്നു. അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ പോലും അദ്ദേഹത്തെ പുകഴ്ത്തി തെരുവിലെ ആളുകൾക്കും വിശക്കുന്നവർക്കുമൊക്കെ അന്നം നൽകുന്ന പോലീസിന് പിന്നിൽ IG പി വിജയൻ എന്നായിരുന്നു പറഞ്ഞത്. പോലീസിനെ ഓർക്കുന്ന മലയാളികളുടെ മനസ്സിലേക്ക് തല്ലും ഇടിയും തെറിയും മാത്രം വരുമ്പോൾ അതിനൊരു തിരുത്തായിരുന്നു IG പി വിജയൻ നൽകിയത്. കോവിഡ് സമയത്ത് അന്നം നൽകുന്ന പോലീസിന്റെ പദ്ധതിയാകട്ടെ പിന്നീട് എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കാനും സാധിച്ചു. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്ത് സോപ്പ് കമ്പനിയിൽ പണി ചെയ്യാൻ പോയ പി വിജയൻ എന്ന ബാലൻ കുടുംബം പോറ്റാൻ പഠനം ഉപേക്ഷിച്ച ആളായിരുന്നു. പഠിക്കാൻ അവസരമില്ലാതെ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. പിന്നെ ഇനി പഠനത്തേക്കാൾ ആവശ്യം വീട്ടിലേക്ക് ജോലി ചെയ്ത് ചിലവ് നടത്തുക എന്നതായിരുന്നു. പിന്നെ 5 കൊല്ലം പല ജോലികളും ചെയ്തു. 5 വർഷം കഴിഞ്ഞ് വീണ്ടും 10ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായി. സോപ്പ് കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് നൽകിയ മിടുക്കനായിരുന്നു ഇദ്ദേഹം. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദവും MPhilഉം നേടിയിട്ടുണ്ട്. പിന്നീട് 1999 ഇന്ത്യൻ പോലീസ് സർവീസ് പരീക്ഷ പാസ്സായി പി വിജയൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കുമ്പോഴാണ് ജനകീയം 2006 എന്ന പേരിൽ സ്റ്റുഡന്റ് പോലീസിന്റെ ആദ്യ രൂപത്തിന് തുടക്കമാകുന്നത്. 2008 സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയായി അത് രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. 2010 കേരള സർക്കാർ പദ്ധതിയായി പ്രഖ്യാപിക്കുകയും പി വിജയൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി ചുമതല ഏൽക്കുകയും ചെയ്തു. നിലവിൽ സംസ്ഥാനത്ത് 420 സ്കൂളുകളിലായി 32,000 കുട്ടികൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ പി വിജയൻ എന്ന ഈ ഉദ്യോഗസ്ഥനാണ്. IG പി വിജയൻ തികഞ്ഞ ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. തന്റെ മാത്രമല്ല ശബരിമല ദർശനത്തിനിടെ അയ്യപ്പസ്വാമിയായി കറുപ്പണിഞ്ഞ് സന്നിധാനത്ത് ചെന്ന IG പി വിജയൻ സന്നിധാനത്തെ ചപ്പുചവറുകൾ കൈകൾ കൊണ്ട് പെറുക്കി നീക്കം ചെയ്ത് മാലിന്യം നീക്കം ചെയ്തതൊക്കെ ശ്രദ്ധേയമായ വാർത്തയായിരുന്നു. മകരവിളക്കിന് മുന്നോടിയായി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിലെ നടപ്പന്തലും ആനക്കൊട്ടിലും വെള്ളമൊഴിച്ചൊക്കെ ഇദ്ദേഹം വൃത്തിയാക്കി. ശബരിമലയിൽ പുണ്യം പൂങ്കാവനം എന്ന പദ്ധതി നടപ്പാക്കി വിജയിപ്പിച്ച IPS ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാണ് IG വിജയൻ. മാലിന്യമുക്ത ശബരിമലയ്ക്കായുള്ള പോരാട്ടം തുടങ്ങേണ്ടത് ഓരോ തീർത്ഥാടകരുടെയും വീടുകളിൽ നിന്നാണെന്നും ഓരോ അയ്യപ്പ ഭക്തനും ശബരിമലയിലെത്തുമ്പോൾ ക്ഷേത്രവും പരിസരവും വഴികളും വൃത്തിയാക്കിയിടാൻ ശ്രമിക്കണമെന്നും സ്വയം മാലിന്യം വാരി നീക്കിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ശബരിമലയെ മാലിന്യമുക്തമാക്കാൻ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ മാത്രം പോരാ, ഒരു തുണ്ട് പ്ലാസ്റ്റിക്കുമായി പോലും മല കയറില്ലെന്ന് തീർത്ഥാടകർ തീരുമാനിച്ചാലേ ശബരിമലയെ പൂങ്കാവനമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹം ശബരിമലയിൽ സൂചിപ്പിക്കുകയും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പോലീസിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നത്. 2011 ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആയിരിക്കവെയാണ് പി വിജയൻ പുണ്യം പൂങ്കാവനം പദ്ധതി വിഭാവനം ചെയ്യുന്നത്. എന്തിനാണ് ശബരിമല ഡ്യൂട്ടിക്ക് വന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡറിന് പുറത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നത് ചോദ്യമാവും. ഇതൊക്കെ പോലീസിന്റെ പണിയാണോ? ക്ഷേത്രം വൃത്തിയാക്കലും പരിസരം വൃത്തിയാക്കലുമാണോ ഒരു IPSകാരൻ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. ഇതൊന്നും പോലീസിന്റെ പണിയല്ല എന്നൊക്കെ വിമർശനങ്ങളും വരാം. അതെ, പലപ്പോഴും പോലീസിന്റെ പരുക്കൻ കാക്കിക്കുപ്പായത്തിൽ നിന്ന് കരുണയും ചാരിറ്റി പ്രവർത്തനങ്ങളും കൂടി തെളിയുകയും കാണിച്ചു തരികയും ചെയ്ത ആളാണ് IG പി വിജയൻ. നന്മ ചെയ്യുന്നവർക്ക് പറഞ്ഞ പണിയല്ല കാക്കിവേഷം എന്നാണോ ഇതിനെല്ലാം അർത്ഥം? മുമ്പ് പറഞ്ഞതുപോലെ എത്രയോ ക്രിമിനലുകളും തീവ്രവാദ സ്വഭാവക്കാരും പച്ചവെളിച്ചക്കാരും സേനയിൽ കൊഴുത്തു വളരുകയാണ്. അപ്പോഴാണ് പി വിജയന്റെ തൊപ്പി ഊരാൻ നടത്തിയ ഈ നീക്കം. അതും വെറും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സേനയിലെ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.